ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പം ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല മധുരമുള്ള ഒരു മിഠായിയാണെന്ന്. അപ്പോൾ അതല്ല കേട്ടോ, നമ്മൾ ഇതിനുള്ളിൽ ചിക്കനൊക്കെ വെച്ചിട്ടാണ്, ചിക്കനും മൈദയൊക്കെ വെച്ചിട്ട് റോൾ ചെയ്തിട്ടെടുക്കുന്നതാണ്. നമ്മൾ ചിക്കൻ റോളും അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് മിഠായിയുടെ ഷേപ്പിൽ ചിക്കൻ റോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഒരേ ഷേപ്പിലൊക്കെ നമ്മൾ കഴിച്ചിട്ട് മടുത്തു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വെച്ച് കൊടുത്തിട്ടൊക്കെ നമ്മൾ മടുത്തിട്ടില്ലേ. നമ്മൾ ചിക്കൻ റോള് അല്ലെങ്കിൽ ഷവർമ പോക്കറ്റ് അങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കില്ലേ. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞങ്ങൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ചിക്കൻ വേണം, പിന്നെ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് എന്തായാലും ഇടണം കേട്ടോ. നമ്മൾ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുമ്പോൾ ഒരു കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ ആകുമ്പോൾ നമുക്കിങ്ങനെ ശരിക്കും ആ ഒരു റോൾ ചെയ്ത് വരുമ്പോൾ വരില്ല. അപ്പോൾ അത് കാരണം ഉരുളൻകിഴങ്ങ് എന്തായാലും ഇടണം. അപ്പോൾ ഉരുളൻകിഴങ്ങ് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ ഒന്ന് കുഴച്ചെടുക്കാം. മൈദയിൽ വെറും ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. പച്ചവെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ. അപ്പോൾ നന്നായി കുഴക്ക വരുന്ന സമയത്ത് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ നന്നായി കുഴ വന്നോട്ടെ കേട്ടോ. നമുക്കത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനി അവിടെ അടച്ച് വെക്കുക. അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കൈ കൊണ്ട് തൊട്ടാൽ നല്ല ചൂടാണ്. അപ്പോൾ അത് രണ്ടും കൂടി മാറ്റിയെടുക്കണം. ആ വെള്ളത്തിൽ നിന്ന് ആദ്യം മാറ്റിയെടുക്കുക. അപ്പോൾ ചിക്കനും ഉരുളൻകിഴങ്ങും കൂടി വെന്ത് വന്നിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് വേറെ ഉടച്ചെടുക്കണം, ചിക്കനും വേറെ ഉടച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കില്ല. അപ്പോൾ ഇത് ഒരു പേസ്റ്റ് പോലെ ആവും. അങ്ങനെ ആവരുത്. നമുക്ക് രണ്ടും വെവ്വേറെ ആക്കിയിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് സബോള വേണം. 2 സബോള എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 തണ്ട് വേപ്പിൻ്റെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. മല്ലിയില എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമായിട്ട് എടുക്കാത്തത്. ചിക്കൻ ഞാൻ മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കണമല്ലോ. അപ്പോൾ അതാ അങ്ങനെ ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും വീട്ടിൽ വിശേഷങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്കിതിങ്ങനെ ഓരോ ഷേപ്പിലൊക്കെ ആക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. മറ്റുള്ളവർ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വലിയ സന്തോഷമാണല്ലോ. അപ്പോൾ അത് ചിക്കനും കൂടിയും പൊടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതവിടെ കടായി ചൂടായി വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തേക്കണത്. 2 സബോളയാണ് എടുത്തേക്കണത്. വലുതാണെങ്കിൽ 1 മതി, ഇത് ചെറുതാണ്. അപ്പോൾ അത് കാരണം 2 എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സബോള നന്നായി വാടി വന്നോട്ടെ കേട്ടോ. എന്നാലാണ് നമുക്കത് റോൾ ചെയ്ത് എടുക്കുമ്പോൾ നമ്മളെ കയ്യിലൊരു പിടുത്തം കിട്ടുള്ളൂ. അല്ലെങ്കിൽ സബോള ഇങ്ങനെ കടിക്കണ പോലെ ആവും. ഇപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റതൊക്കെ വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ്. അപ്പോൾ ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഇനി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഗരം മസാല അടിച്ചെടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഗരം മസാല പൊടിയാക്കി വെച്ചേക്കായിരുന്നു ഇതിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മുളകിൻ്റെ എരിവിനെക്കാട്ടും ഇഷ്ടം കുരുമുളകിൻ്റെ പൊടിയൊക്കെ ആണെങ്കിൽ അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കുരുമുളക് പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, പച്ചമുളക് തന്നെയാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇതിൻ്റെ മസാല നമ്മളെ ഇഷ്ടത്തിനൊക്കെ മാറ്റിയിട്ടെടുക്കാമല്ലോ. ഇനി ആ ഉരുളൻകിഴങ്ങ് നമ്മൾ ഉടച്ച് വെച്ചിട്ടില്ല, അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഓരോ മസാലകൾ നമ്മളെ ഇഷ്ടത്തിനാക്കി മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് മല്ലിപ്പൊടിയോ മുളക് പൊടിയോ എന്തൊക്കെ മസാലകൾ നമുക്ക് ചേർക്കേണ്ടത് അതൊക്കെ ചേർക്കാം. ഇനി ചിക്കൻ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ പൊടിയാക്കിയിട്ട് എടുത്തേക്കണത് കേട്ടോ. നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഏകദേശം അതുപോലെ തന്നെ ആയിട്ട് വരുന്നുണ്ട് മസാല കൂട്ടൊക്കെ. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മസാലകൾ കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടിയെടുക്കാമെന്ന്. ഞാൻ പച്ച മസാലയെല്ലാം ഉണ്ടാക്കാറ് കട്ട്ലേറ്റ് ആകുമ്പോഴും. അതിലും മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ഒരു പൊടികളും കൂട്ടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ പൊടികളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചേർത്തോളൂ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി സോസ് ഇഷ്ടമാണെങ്കിൽ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് മാറ്റിയിട്ടും മറിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അത് കുറച്ച് നേരം ചൂടാറാൻ വെക്കുക. എന്നിട്ട് നമ്മൾ നന്നായി കൈ വെച്ചിട്ട് ഒന്നും കൂടിയും കുഴച്ചെടുക്കുക. ആ ഉരുളൻകിഴങ്ങിൻ്റെ ഒക്കെ വല്ല ഉണ്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതേപോലെ ഉരുളകളാക്കിയിട്ട് എടുക്കുമല്ലോ, നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് എന്നിട്ട് ഒന്ന് കുറച്ച് ഒരു ഇതാക്കിയിട്ട് എടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ആക്കിയെടുക്കുക. വലിയ ഉരുളകളൊന്നും വേണ്ട കേട്ടോ, നമ്മൾ മിഠായിയുടെ ഷേപ്പ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനാണ് ഇതുപോലെ ആക്കിയെടുക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ചോറൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഉരുള കൂട്ടൂല, അതേപോലെ ആക്കിയെടുത്താൽ മതി. ഇത് കയ്യിൽ വെച്ചിട്ട് ഉരുള കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എന്തായാലും ഉരുളക്കിഴങ്ങ് ഇടണം, അല്ലെങ്കിൽ ചിക്കൻ മാത്രമാണെങ്കിൽ നമുക്ക് ഇതേപോലെ പിടിച്ചാൽ കിട്ടില്ല. ഇതിന് നമ്മൾ കട്ട്ലേറ്റിൻ്റെ പോലെ മുട്ട വേണ്ട, ബ്രെഡ് പൊടി വേണ്ട, അതൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ മൈദ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. എനിക്കിവിടെ ഇത് വെച്ചിട്ട് 13 ഉരുളകളാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ കുറച്ച് കൂടുതലിടണം, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഉണ്ടാക്കുമ്പോൾ. എന്നാലാണ് ചിക്കൻ്റെ ആ ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കുള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ മാത്രമല്ല അതിൻ്റെ കൂടെ വരുന്ന ആഡും കൂടി സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണേ.
ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണ് ഉരുളകളാക്കി എടുക്കുക അതേപോലെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വലിയതാക്കിയിട്ട് തന്നെ എടുക്കണം, കുറച്ച് വട്ടത്തിലാക്കി എടുക്കണം. അല്ലെങ്കിൽ ചെറുതാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യം അത് പരത്തേണ്ടി വരും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാ ഉണ്ടെടുത്തിട്ട് നമ്മൾ പൊടി തട്ടിയിട്ട് നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കില്ല, അതേപോലെ തന്നെ. അപ്പോൾ ഒരു ഉരുള കുറച്ച് വലുതാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല കനാവ് വരുത്, എന്നാൽ നന്നായി കനം കുറയും ചെയ്യരുത് കേട്ടോ. നമ്മൾ ചപ്പാത്തിയുടെ അതേ ഷേപ്പിൽ തന്നെ, അതേ ഷേപ്പല്ല, അതേ കനത്തിൽ തന്നെ പരത്തിയെടുത്താൽ മതി. നല്ല കനം കുറഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കില്ലേ, അതേപോലെ ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഞാൻ അതേപോലെ പരത്തിയെടുക്കുന്നുണ്ട്. പൊടിയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ പരത്തിക്കോളൂ, അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പൊടി ചിലത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പൊടി തട്ടാതൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, ഇത് പൊടിയൊക്കെ ഇട്ടിട്ട് പരത്തിയെടുത്തോളൂ, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതാ അതിനൊരു ചപ്പാത്തി എടുത്ത് എന്നിട്ട് നമുക്കതിങ്ങനെ നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ നമ്മളെ ചിരട്ടപ്പൂട്ട് ഉണ്ടാക്കില്ലേ, അതിൻ്റെ മീതെ വെക്കണ ആ ഒരു അടപ്പുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് അത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സാ അല്ലെങ്കിൽ വേറെ എന്ത് വെച്ചിട്ടായാലും മുറിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ആ പോയത് കൊതുകാണ്. ഉച്ച സമയത്ത് ഇവിടെ ഭയങ്കര കൊതുകാണ്. ഉച്ച സമയത്തും വൈകിട്ടും രാവിലെ ഒക്കെ കൊതുകാണ്. ഇനിയിപ്പോൾ ചെടികളൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഭയങ്കര കൊതുക് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതുകാണ്. അപ്പോൾ കൊതുക് പോകാനുള്ള എന്തെങ്കിലും ടിപ്പുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇതാ അത് വെച്ചിട്ട് ഇത് അങ്ങനെ റൗണ്ട് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ റൗണ്ടല്ല, ഇപ്പോൾ ആ സൈഡ് കണ്ടില്ല, നമുക്ക് റൗണ്ടായിട്ട് കിട്ടിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അങ്ങനെ വലിയ റൗണ്ട് ആവണമെന്നൊന്നുമില്ല, കണ്ടില്ലേ. അതിൽ നിന്ന് ഒരെണ്ണെടുക്കുക, എന്നിട്ട് അതിൻ്റെ നടുവിൽ നമ്മൾ മുന്നേ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ കൂട്ടുണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് കണ്ടില്ല, ഇതിങ്ങനെ ഒരു സൈഡിലേക്ക് ആക്കി കൊടുക്കുക, മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ മടക്കി എടുക്കുക, എന്നിട്ട് 2 സൈഡും ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. നമ്മൾ മിഠായിയൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കല്ല് വെച്ചിട്ട് മിഠായിയുടെ കവറൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കാറില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്തേക്ക് ഒന്നും കൂടി തിരിച്ചു പോകും. കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ കല്ലൊക്കെ വെച്ചിട്ട് മിഠായി ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ കണ്ടില്ലേ, ഷേപ്പൊക്കെ ആയി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അതിൻ്റെ നടുവിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇതുണ്ടല്ലോ, ചിക്കൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ അതങ്ങോട്ട് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ നടുവിൽ വെച്ച് കൊടുക്കുക. അത് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കുക, ഇതേപോലെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മടക്കുക. എന്നിട്ട് കണ്ടില്ലേ, ഇതാ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക. കണ്ട, ഒന്നും കൂടി വേണമെങ്കിൽ നമുക്ക് പിരിച്ചു കൊടുക്കാം കേട്ടോ. ഇത് പൊട്ടിപ്പോരൊന്നുമില്ല. അതാ ഇതേപോലെ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ആക്കിയെടുത്താൽ മതി. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം കൂടി ഇതേപോലെ ആക്കിയെടുക്കാം. ഇതുപോലെ വലിയ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേ കുപ്പിയുടെ അടപ്പൊക്കെ ഉണ്ടാവില്ല അത് വെച്ചിട്ടോ അങ്ങനെയൊക്കെ മുറിച്ചെടുക്കാം. ഇനിയിപ്പോൾ അതിനും ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ആക്കിയിട്ട് കുഞ്ഞിതാക്കി പരത്തിയെടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കണ്ടാവും ഇപ്പോൾ ഇത്ര കഷ്ടപ്പെടണം, ഇത് വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാൽ മതിയില്ലേന്ന്. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, അതിന് വേറെയാണ്. ഇവിടെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമ്മളെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അതേപോലെ ആരെങ്കിലും വരുമ്പോഴും നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അവർ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ കണ്ടെത്തണമല്ലോ. അപ്പോൾ എനിക്കിങ്ങനെയാണ് കേട്ടോ, എനിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കുക അല്ലെങ്കിൽ ചെടികൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ. അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് എടുക്കുക, എന്നിട്ട് അതിൽ എൻ്റേതായ എന്തെങ്കിലുമൊക്കെ വരുത്തി തീർക്കുക. ചിലപ്പോൾ കൊളാവും അല്ലെങ്കിൽ നന്നാവും. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മളെ സന്തോഷിക്കാൻ നമുക്ക് തന്നെ പറ്റണം. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് സന്തോഷങ്ങൾ കണ്ടെത്തുക. അപ്പോൾ നമ്മൾ വെച്ച ചെടിയിലൊരു പുതിയൊരു പൂ വിരിഞ്ഞാലും അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പറഞ്ഞ് വിഷയത്തിൽ നിന്ന് മാറിപ്പോയില്ലേ. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നല്ല തിളച്ചതിൻ്റെ ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ടോ. അപ്പോൾ അത് പൊട്ടി പോരുക അല്ലെങ്കിൽ അങ്ങനെ അഴിഞ്ഞ് പോരുക ഒന്നും ചെയ്യില്ല, കണ്ടില്ലേ. അപ്പോൾ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും മാറ്റിയിട്ട് ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഇങ്ങനെ മുരിപ്പിച്ചിട്ട് എടുക്കണം. അതിൻ്റെ ആ ഒരു തലപ്പ് ഭാഗം ഉണ്ടല്ലോ, അറ്റഭാഗം നമ്മൾ പിരിച്ചു കൊടുത്ത ഭാഗം, അവിടെയൊക്കെ നന്നായിട്ട് എണ്ണ ആവണ വിധം ഒന്ന് ഇതാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് തന്നെ എണ്ണ ഇങ്ങനെ കുറച്ച് കോരി ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ 2 സൈഡ് നന്നായി മുരിഞ്ഞ് വരും. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മറ്റുള്ള ഭാഗങ്ങളൊക്കെ പൊള്ളച്ച് വരും, വെന്ത് വരികയൊക്കെ ചെയ്യും, മുരിഞ്ഞ് വരികയും ചെയ്യും. പക്ഷേ അതിൻ്റെ ആ ഒരു സൈഡുണ്ടല്ലോ, നമ്മൾ മടക്കി കൊടുക്കണ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ എണ്ണ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ചട്ടകം വെച്ചിട്ട് എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടായാലും കുഴപ്പമില്ല. കണ്ട, ഇതേപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. മനസ്സിലായിട്ടുണ്ടാവൂലേ. അതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ആ ഒരു ഭാഗം മുരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ നമുക്കെല്ലാം ഇതുപോലെ തന്നെ ആക്കിയിട്ട് പൊരിച്ചെടുക്കാം. പെട്ടെന്ന് ആവണ്ട കേട്ടോ. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ്, ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത്. കണ്ടില്ലേ, ഇനി നമുക്കൊന്ന് നോക്കി നോക്കിയൊക്കെ ശരിക്കും മിഠായി പോലെ ഉണ്ട് അല്ലേ. ഇതാ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഓരോന്ന് അടക്കി ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് ശരിക്കും ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മിഠായിയുടെ ഓർമ്മ വരികയാണ്. ആ വലിയൊരു മിഠായി ഉണ്ടാവില്ലേ,
അപ്പോൾ നിങ്ങളിനി ചിക്കൻ മേടിക്കുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. ഇത് സോസ് കൂട്ടിയിട്ടായാലും മയോണൈസ് കൂട്ടിയിട്ടായാലും കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഞാനിത് ഹെൽത്തി ആണെന്നൊന്നും പറയില്ല, എന്നാലും മൈദ വെച്ചിട്ടും ഓയിൽ വെച്ചിട്ടൊക്കെയാണ്, എന്നാലും നമുക്ക് പറ്റുമ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കണ്ടില്ലേ, ഇതാ അങ്ങനെ മുറിച്ചെടുത്തപ്പോൾ കണ്ടില്ലേ, പൊട്ടിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ വേവിച്ചെടുത്ത സാധനമാണ്, എന്നാലും ഉള്ളിൽ ആ മൈദറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.